വീട്ടമ്മമാർ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ മികച്ച വിളവ്. കരുനാഗപ്പള്ളി നഗരസഭ 1-ാം വാർഡിലാണ് വീട്ടമ്മമാർ പൂക്കൃഷിയിൽ വിജയഗാഥ രചിച്ചത്. പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കരുനാഗപ്പള്ളി നഗരസഭയിലെ 1-ാം വാർഡിൽ വീട്ടമ്മമാരായ ഗീതാകുമാരിയും ഉഷാകുമാരിയും നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. 50 സെന്റ് സ്ഥലത്താണ് ഇവർ പൂക്കൃഷിയിൽ വിജയഗാഥ രചിച്ചത്. ചെണ്ടുമല്ലിയാണ് കൃഷി ചെയ്തത്. ഓൺലൈനിൽ വരുത്തിയ ഹൈബ്രിഡ് വിത്ത് ഉപയോഗിച്ചായിരുന്നു കൃഷി. ജൈവവളവും ആധുനിക കൃഷി സമ്പ്രദായവും സംയോജിപ്പിച്ചായിരുന്നു ഇവർ പൂക്കൃഷി ചെയ്തത്. ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കരുനാഗപ്പള്ളി കൃഷിഭവന്റെ നേതൃത്വത്തിൽ വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ 4-ാമത്തെ വർഷമാണ് ഞങ്ങളിവിടെ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. ഇനി കൂടുതലും അടുത്ത വർഷവും കൂടുതൽ ബന്ധിക്കൃഷി വെറൈറ്റി പൂക്കളുമായിട്ട് ഞങ്ങൾ ഇനിയും കൃഷി തുടരും. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളില്ലാതെ എനിക്ക് എന്ത് ആഘോഷം എന്നൊരു ചോദ്യം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം അതല്ല. പൂക്കളില്ലാതെ എന്ത് ഓണം? ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൂക്കളമാണ് പ്രധാനം. അവസരോചിതമായിട്ട് ഇന്നത്തെ ഈ ഓണത്തിൻ്റെ ആഘോഷം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ 2 സഹോദരിമാർ ലീലാകുമാരിയും ഉഷാകുമാരിയും നമ്മുടെ 85 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരു ജമന്തി തോട്ടം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്. മാവേലി മന്നൻ ഇവിടെയാണ് ഇടുന്നുള്ളതെങ്കിൽ അദ്ദേഹം അത്യാഹ്ലാദത്തോടു കൂടി ചിലപ്പോൾ ഇവിടെ കിടന്നുറങ്ങിയെന്ന് വരും. ഇതൊക്കെ ഇങ്ങനെ അവസാനിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബിനികൾക്ക് ഇങ്ങനെ ഒരു തൊഴിൽ സംഘടിപ്പിക്കാൻ ഇതുപോലുള്ള പൂക്കളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ഹരിതാഭയോടൊപ്പം തന്നെ പൂക്കളുടെ ഒരു ശോഭയോടുകൂടി നമ്മുടെ നാടിനെ ഇങ്ങനെ കാണിക്കാൻ അവസരം കിട്ടുന്നത് നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമാണ്. കൃഷി ഓഫീസർ രാജിത മജീദ, കൗൺസിലർമാരായ സീമ സഹജൻ, സുൻല സലീം, ഇന്ദുലേഖ, ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. കാലാകാലങ്ങളായിട്ട് ഈ വസ്തുവിൽ തന്നെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെ ട്രാൻസ്ഫോമിങ്ങും സമ്മിശ്ര കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. ഈ വർഷത്തെ നമ്മുടെ ചിങ്ങം 1-ന് നടന്ന പരിപാടിയിൽ ഏറ്റവും നല്ല വനിതാ കർഷകയായിട്ട് തിരഞ്ഞെടുത്ത ഒരാളാണ് ഉഷ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും വനിതാ കർഷകയായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ലീലയും. പിന്നെ ഇവർ വേറെ പല കൃഷികളും ചെയ്യുന്നുണ്ട്. കൂൺ കൃഷി ഉൾപ്പെടെ വനിതാ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പല കൃഷികളും ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.